വരുന്ന ഒരു ഗവൺമെൻറ് എന്ന് പറയുമ്പം ഒരു സംസ്ഥാനത്തിൻ്റെ 3.5 ലക്ഷം ആൾക്കാരും കൂടെ ഒരുമിച്ച് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് ഭാവിയിൽ. അത് ഒരു CEO ഇവിടെ ഇരുന്നേച്ച് ഭാവിയിലുള്ള ഗവൺമെൻറ് ഈ രീതിയിലൊക്കെ ചെയ്തോളും എന്ന് ഞാൻ പറഞ്ഞാൽ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊന്നും മനസ്സിലാകുന്നില്ലേ? ഗവൺമെൻറ്റ്സ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ആക്ടിൻ്റെ ജനസിസ് ഒന്ന് ആലോചിച്ച് നോക്കി. യുനാനിമസ് ആയിട്ട് പാസ്സായ ആക്റ്റാണ്. അപ്പോൾ എന്താണ് വികാരം യുനാനിമസ് ആയിട്ട് പാസ്സാക്കാനും നമ്മൾ ചിന്തിക്കണ്ടേ? അപ്പം ഡെഫിനറ്റ്ലി ഒരു ഡെവലപ്മെൻറ്റ് വോയിഡ് ഉണ്ട്. ആ ഡെവലപ്മെൻറ്റ് വാക്യൂം ഫില്ല് ചെയ്യണം. അതൊരു ക്രിട്ടിക്കൽ മാസ് എന്നുള്ള രീതിയിൽ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരണം എന്ന് കണ്ടുകൊണ്ടല്ലേ ആ ഒരു 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 യുനാനിമിറ്റി വന്നത്. അല്ലെങ്കിൽ കേരളത്തിൽ മിക്ക ഇഷ്യൂസിലും ഗവൺമെൻറ് ഈ ഓപ്പോസിഷനും റൂളിംഗ് ഫ്രണ്ടും എപ്പോഴും ഡൈവേഴ്സ് ആയിട്ടുള്ള പൊസിഷൻസ് എടുക്കുകയല്ലേ. അങ്ങനെ യുണൈറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് ഇല്ലേ, പലതും ഇല്ലേ. അസംബ്ലി യുനാനിമസ് റെസൊല്യൂഷൻ അങ്ങനെ പാസ്സാക്കിയ വിഷയങ്ങളിൽ ഒരെണ്ണം കിഫ്ബി ആണെന്ന് പറയുമ്പം നമുക്ക് കിഫ്ബിയിലുള്ളവർക്കും എല്ലാവർക്കും ഒരു അഭിമാനമല്ലേ. അതുകൊണ്ട് അങ്ങനെ ഒരു പബ്ലിക് പെർസ്പെക്റ്റീവ് കേരളത്തിനൊരു എൻലൈറ്റൻഡ് ഒരു പബ്ലിക് കോൺഷ്യസ്നെസ് ഉണ്ട്. അവർ പൊളിറ്റിക്സിൽ, ഞാനിത് പറയുന്നത് എൻ്റെ 43 വർഷത്തെ അനുഭവം കൊണ്ട് ഞാൻ പറയാം, പൊളിറ്റിക്സിൽ അത് പറയും ഇത് പറയും, അതൊക്കെ പൊളിറ്റിക്സിൻ്റെ സ്വഭാവമാണ്. അതിപ്പം പിന്നെ വികസിച്ച് കഴിഞ്ഞ രാജ്യങ്ങളിലൊക്കെ ഇതിന് കുറവാണ്. ഒരു കൂട്ടർ പറയുന്നത് മറ്റൊരു കൂട്ടർ കണ്ണിക്കും, ഇതൊക്കെ സ്വാഭാവികമാണ്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു കളക്റ്റീവ് ആക്ഷൻ, ഒരു റിഫൈൻഡ് ഹൈലി എൻലൈറ്റൻഡ് പബ്ലിക് കോൺഷ്യസ്നെസ് ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് ഒരു മലയാളി എന്നുള്ള നിലയ്ക്ക് ഞാൻ ഉത്തമമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. ഞാൻ വളരെയധികം വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ടു യുവർ ക്വസ്റ്റ്യൻ, അങ്ങനൊരു സാഹചര്യം എന്നാൽ പിന്നെ പഴയ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തുടങ്ങിയതല്ലേ, എന്നാൽ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഡീസെൻട്രലൈസേഷൻ ഈ രീതിയിൽ നടക്കത്തില്ലല്ലോ. നടക്കുമോ? ഏറ്റവും പിന്നെ വളരെ വിപ്ലവകരമായിട്ടുള്ളൊരു മാറ്റം, ടേക്കിംഗ് പവർ, ഗ്രീക്ക് ഡെമോക്രസിയെ അനുകരിച്ചുകൊണ്ടുള്ളൊരു മാറ്റമല്ലേ അത് അന്ന് വന്നത്. കൊണ്ടുവന്നത് LDF ഗവൺമെൻറ്റാണ് അല്ലേ. പക്ഷേ ഏതെങ്കിലും രീതിയിൽ അതിനൊരു ക്ഷതം സംഭവിച്ചിട്ടുണ്ടോ? അതിൻ്റെ ലിമിറ്റേഷൻസൊക്കെ ഉണ്ട്, ഇല്ലൊന്നുമില്ല. അത് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകത്തില്ലേ? പോകണം, ഡെഫിനറ്റായിട്ടും പോകണം. അതിൻ്റെ ആദ്യകാലത്ത് അതിൻ്റെ ഫിനാൻസിലിരുന്ന് ജിയോ വളരെ സ്വന്തമായിട്ട് ഡ്രാഫ്റ്റ് ചെയ്ത് അന്നത്തെ LSD സെക്രട്ടറി വിജയാനന്ദ് സാറുമായിട്ടൊക്കെ വർക്ക് ചെയ്തൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അന്ന് ഐസക് സാറ്, അതുപോലെ മൺമറഞ്ഞു പോയ EMSൻ്റെ മകൻ ശ്രീധരൻ സാറ്, അനിയൻ സാറും എല്ലാം ഇരുന്ന് ഐസക് സാറ്, അന്നത്തെ പ്ലാനിംഗ് ബോർഡ്, അങ്ങനെ പാലോളി സാറ്, ഇവരുടെ എല്ലാം മുറിയിൽ കാലത്തെ ഞങ്ങൾ ബുധനാഴ്ച 8:15 കൂടും. അങ്ങനെ മെനഞ്ഞെടുത്ത ഒരു സ്ഥാപനം, ഒരു സമ്പ്രദായമാണ്. അന്ന് ഏറ്റവും ബുദ്ധിമുട്ട് വരുന്നത് ഈ ധനകാര്യത്തിൻ്റെ നിയമങ്ങൾ മാറ്റാനാണ്. അപ്പോൾ ആ നിയമങ്ങൾ മാറ്റുന്ന പ്രക്രിയയിൽ വളരെയധികം ഇൻവോൾവ് എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുകയാണ്, തിരിഞ്ഞു നോക്കുമ്പം സന്തോഷിക്കാനല്ലേ മാർഗമുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ കോവിഡ് വന്നപ്പം, കോവിഡ് അല്ലല്ലോ, നമ്മുടെ ഈ പ്രളയം വന്നപ്പോൾ വേൾഡ് ബാങ്ക് ഒരു PDNA തന്നു, PDNA ചെയ്തു. നിങ്ങളത് റിപ്പോർട്ട് വായിക്കണം, വളരെ രസകരമായ റിപ്പോർട്ടാണ്, വളരെ ഇൻസൈറ്റ്ഫുൾ റിപ്പോർട്ടാണ്. രസകരത്തിനെക്കാട്ടിലും കൂടുതൽ ഇൻസൈറ്റ്ഫുള്ളാണ്. അവർ വേൾഡ് ബാങ്ക്, ADB, KFW, പിന്നെ ഈ ജാപ്പനീസ് ഇവരെല്ലാം വന്നിട്ട് അവർ പറഞ്ഞത്, ദ സ്ട്രെങ്ത് ദറ്റ് വി സോ ഇൻ കേരള റിസൈഡ്സ് ഇൻ ദ ലോക്കൽ സപ്പോർട്ട് സിസ്റ്റംസ് അറ്റ് ദി ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ലെവൽ എന്ന് അവർ പറഞ്ഞു. കാരണം ഒരു വീട് ഒഴുകിപ്പോവുകയാണ്, മറ്റ് സംസ്ഥാനങ്ങളിൽ പോവുകയാണെങ്കിൽ ഇങ്ങനെ നോക്കി നിൽക്കും ആൾക്കാർ. ഇത് വീട് ഒഴുകിപ്പോകാൻ തുടങ്ങുന്നതിന് മുമ്പ് ഈ LSG വാർഡ് മെമ്പറും അവിടുത്തെ പ്രമാണിമാരും എല്ലാം കൂടെ സ്ഥലത്തെത്തി അത് തടയാനാണ് നോക്കുന്നത്. അവിടെ ഓപ്പോസിഷൻ എന്നില്ല, ഭരണകക്ഷി എന്നൊന്നുമില്ല, ഒരുമിച്ച് പ്രവർത്തിച്ചു. അതാണ് ഇവരെ പോലൊരു എക്സ്പേർട്ട് ബോഡി വന്നിട്ട് റെക്കോർഡ് ചെയ്ത് എൻ്റെ ഇടയ്ക്ക് ഈ മുറിയിൽ എന്നെ ബ്രീഫ് ചെയ്യാൻ വന്നപ്പം എന്നോട് പറഞ്ഞിട്ട് പോയതാണ്. അമേസിങ് എന്നോട് പറഞ്ഞു. Amazing, Dr. Abraham. It is simply amazing. The kind of resilience and strength that we see in your local bodies, we have never seen it in the world anywhere. അവർ പറയാണ് അത്ര ഭയങ്കരമാണ്. അപ്പം പബ്ലിക് കോൺഷ്യസ്നെസ് ഓഫ് കേരള ബീങ് വാട്ട് ഇറ്റ് ഇസ്, ആ എൻലൈറ്റൻഡ് ലെവൽ ഞാൻ അങ്ങനെ ഒരു ഡിഫിക്കൽറ്റി ഫോർസീ ചെയ്യുന്നില്ല. സെൻസിബിൾ ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ഒരു തിരിച്ചുപോക്കിന് പ്ലാൻ ചെയ്യില്ല എന്ന് തന്നെയാണ്. തിരിച്ചുപോക്കിന് പ്ലാൻ ചെയ്യത്തില്ല എന്നുള്ളത് എനിക്കൊരു 100% വിശ്വാസമുണ്ട്. ഇനിയും 100% എന്നൊരു നമ്പർ പിന്നെ ഇല്ല എന്നാണ് എല്ലാവരും പറയുന്നത്. കാരണം 100 എന്ന് പറയുന്ന ആ ലൈനിലെത്തുമ്പോൾ അത് ശരിക്കും 100 അല്ല, അത് 100+ ആയിട്ട് കുറച്ച് സമയം. അങ്ങനെയാണല്ലോ ക്വാണ്ടം തിയറി നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇനി അങ്ങനൊരു സാധ്യത ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ദ ബ്ലണ്ടർ ഓഫ് ദി ഓർ ദ ട്രാജഡി ഓഫ് ദി സെഞ്ചുറി, ഐ വുഡ് സേ. മനസ്സിലായി? അങ്ങനെ റീസെന്റ് ആയിട്ട് ഇറങ്ങിയ ഗവൺമെന്റ് തന്നെ ഒരു വർക്ക് സ്റ്റഡി റിപ്പോർട്ടില് കിഫ്ബി അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർത്തിയായതിനു ശേഷം
അവസാനിപ്പിക്കും എന്ന് വളരെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അതെ, അപ്പോൾ അവസാനിപ്പിക്കും എന്ന് ഭരണ റിപ്പോർട്ടാണ് വാങ്ങിക്കുന്നത്. കാരണം വെച്ചാൽ ഈ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആരാണ്? ആ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നവർ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കിഫ്ബിയെ എങ്ങനെ കാണണം എന്ന് ചോദിക്കുന്നു. ഒബ്ജക്റ്റീവ്സുമായിട്ട് ഇപ്പോൾ കിഫ്ബിയുടെ ഒബ്ജക്റ്റീവ്സ് തീർന്നു. 90,562 കോടി 1190 പ്രോജക്ട്സ് തീർത്തിട്ട് കിഫ്ബിയെ നിർത്തണമെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നിർത്താം. അങ്ങനെ അതാണ് പറയുന്നത്. ഈ പ്രോജക്ട്സ് തീർത്തിട്ട് നിർത്തേണ്ട ഒരു സ്ഥാപനമാണ് അല്ലയോ എന്നുള്ളത് റിപ്പോർട്ട് എഴുതിയവർക്ക് അറിയത്തില്ലല്ലോ. അത് അന്നത്തെ കേരളീയ ജനത തിരഞ്ഞെടുക്കുന്ന ഒരു ഗവൺമെൻറ് ജനാധിപത്യപരമായിട്ട് ചിന്തിക്കണം. അവർ പറയണം എന്താണ് പറയേണ്ടത്. ഇത് കിഫ്ബി ചെയ്ത പ്രോജക്ട്സ് മതി, ഇനി അത് ബാക്കിയുള്ള പഴയതുപോലെ ബഡ്ജറ്റിൽ ചെയ്താൽ മതി എന്ന അവരൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ഈ പറയുന്ന കണക്ക് കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു വിരാമം ഉണ്ടാവും. അങ്ങനെയല്ല, ഒബ്ജക്റ്റീവ്സ് തീർന്നിട്ടില്ല. ദർ ഇസ് അനദർ സൈക്കിൾ ഓഫ് ഗ്രോത്ത്, അനദർ വേവ് ഓഫ് ഗ്രോത്ത് ദാറ്റ് അവൈറ്റ്സ് അസ് എക്സ്പെക്റ്റൻ്റ്ലി എന്ന് പറയുകയാണെങ്കിൽ വി വിൽ ഗോ ഫോർവേഡ്. ഒരു സംശയമില്ല. കിഫ്ബി പോലെ തന്നെ ഒരു ഗെയിം ചേഞ്ചർ ആണ് KDISC. അതിന്റെ ഒരു ആക്ടിവിറ്റീസ് ഈ കിഫ്ബി പോലെ ഒട്ടും പബ്ലിസൈസ്ഡോ ആളുകൾക്ക് അത്ര അറിയുന്നതോ അല്ല. എന്താണ് അതിന്റെ ഒരു സ്റ്റേറ്റസ് റിപ്പോർട്ട്? KDISC ആക്ച്വലി പറയുകയാണെങ്കിൽ ഒരു KDISC ഇന്ന് ഒരു ഇൻ്റലക്ച്വൽ എന്താ പറയുക, ഒരു ഹോട്ട് ബെഡ് ഓഫ് ആക്ടിവിറ്റി ആയിട്ടുണ്ട്. ഞങ്ങൾ ഒരു ഉദാഹരണം പറയാം. അന്ന് 2017 ഞാനത് റിട്ടയർ ചെയ്യുന്ന സമയമാണ്. അന്ന് ബഹുമാനപ്പെട്ട CM പറഞ്ഞു, നിങ്ങൾ ഈ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കണം. അതിനകത്ത് അദ്ദേഹം ഉപയോഗിച്ച 2 വാക്കേ ഉള്ളൂ, ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഡയറക്ഷൻസിലേക്ക് കൊണ്ടുപോകാനായിട്ടൊരു സ്ഥാപനം നമുക്ക് വേണം. അങ്ങനെ അന്ന് ഓൾമോസ്റ്റ് വൈൻഡിങ് അപ്പ് സ്റ്റേജിലായ ഒരു കേരള സ്റ്റേറ്റ് ഇന്നൊവേഷൻ കൗൺസിൽ ഉണ്ടായിരുന്നു. പഴയ സാം പിട്രോഡ കാലഘട്ടത്തിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി. ആ സാധനത്തിനെ എടുത്താണ് നമ്മൾ കേരള ഡെവലപ്മെൻറ്റ് ഇന്നൊവേഷൻ സ്ട്രാറ്റജി കൗൺസിലാക്കി. പിന്നെ ഏറെക്കുറെ ഒരു കിഫ്ബിയുടെ ഒരു രീതിയിൽ ഗവർണിംഗ് സ്ട്രക്ചർ കൊണ്ടുവന്നു. ബഹുമാനപ്പെട്ട CM അതിൻ്റെ ചെയർമാനായി, 5 മന്ത്രിമാരും, അതിനകത്ത് 1 മന്ത്രി വൈസ് ചെയർമാനോ. ഇപ്പം അതിൻ്റെ വൈസ് ചെയർമാൻ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ബാലവൽ സാറാണ്. അപ്പം അങ്ങനെ കൊണ്ടുവന്നപ്പം നമുക്ക് അന്ന് ഞാൻ ഓർക്കുവാണ്, യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം. എനിക്ക് ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള 2-3 പ്രോഗ്രാംസ് ഉണ്ട്. ചോദിച്ച സ്ഥിതിക്ക് ഞാൻ അതും കൂടെ പറയാം. യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം ഉണ്ട്. ആബ്സല്യൂട്ട്ലി ഫാസിനേറ്റിംഗ് പ്രോഗ്രാം. ഞങ്ങൾ തുടങ്ങുമ്പം 158 ഐഡിയാസാണ് നമുക്ക് കിട്ടുന്നത്, എല്ലാ കേരളവും കൂടെ വെച്ചിട്ട്. ഇന്ന് 18-ന് ശേഷം അത് വളർന്ന് 2.5 ലക്ഷം ഐഡിയാസിലേക്ക് നമ്മുടെ കുട്ടികൾ തരികയാണ്. അതിൽ ചിലതൊക്കെ എടുത്ത് പേറ്റൻ്റാക്കി. കഴിഞ്ഞ 2023 ഇതിനെ ബൈഫർക്കേറ്റ് ചെയ്ത് 4 ക്ലാസ് ഓഫ് യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം ആക്കി. ഒന്ന് സ്കൂൾസിനുള്ള ജനറൽ പ്രോഗ്രാം, പിന്നെ കോളേജസിനുള്ളത്, പ്രൊഫഷണൽ കോളേജസിനുള്ളത്, ITIക്കുള്ളത്, മെഡിക്കൽ കോളേജസിനുള്ളത്, ITIക്കുള്ളത്, ഇങ്ങനെ 4 ക്ലാസ് ആക്കി നമ്മളതിനെ മാറ്റി. എന്നാ റിസപ്ഷനാണ്. ഇപ്പം YIP 8ആയി. YIP 8ാമത്തെ ട്രാൻഷയാണ്, 8ാമത്തെ ഇതാണ് നമ്മുടെ ഇറക്കുന്നത്. അതിൻ്റെ റിസപ്റ്റിവിറ്റി അതിഗംഭീരമാണ്. അപ്പോൾ YIP എന്താണ് കേരളത്തിന് ചെയ്തത് KDISC വഴി എന്ന് ചെയ്തു കഴിഞ്ഞാൽ, ഇന്നൊവേഷൻ എന്ന് പറയുന്നത് ഒരു മിടുക്കനായ ഒരു കൊച്ചനോടിരിക്കുന്നു, അവർക്ക് ചെയ്യേണ്ട ഒരു കാര്യം, നല്ല സാമ്പത്തികമായിട്ട് ശക്തിയുള്ള ഒരാൾ, അവർ ചെയ്യേണ്ട കാര്യം അതിൽ നിന്ന് മാറി. ഇപ്പോൾ ഇത്രയും ഐഡിയാസ് വന്നിട്ട്, അത് മാത്രമല്ല ഒരു മെൻറ്റർ കണക്റ്ററാണ്. വളരെ ആവേശപരമായിട്ടൊരു കാര്യം. ഐ തിങ്ക് യു ഷുഡ് സ്റ്റഡി ദറ്റ് കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് വരുന്നത് വോളണ്ടറി മെൻറ്റേഴ്സാണ് അസോസിയേറ്റ് ചെയ്യുന്നത്. ഈ പിന്നെ സയൻറ്റിസ്റ്റും അങ്ങനെയുള്ള വലിയ ഇൻഡസ്ട്രീസ് ആയിട്ടൊരു മെമ്പേഴ്സ് ഈ കുട്ടികളെ ഹാൻഡ് ഹോൾഡ് ചെയ്യുകയാണ്. ഒരു ഡസൻ പിന്നെ ഐഡിയാസ് എങ്കിൽ ഞാൻ ഓർമ്മയെന്ന് പറയുകയാണ്. അത് ഇന്നൊവേഷനിലേക്കും പേറ്റൻറ്റിലേക്കും പോകുന്ന ഒരു നിലവാരത്തിലേക്ക് എത്തി. അതൊരു വലിയ കോൺട്രിബ്യൂഷനാണ്. രണ്ടാമത് നമ്മുടെ പ്രൈമറി എഡ്യൂക്കേഷനിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ, പ്രൈമറി എഡ്യൂക്കേഷനിൽ ഏറ്റവും നമ്മൾ ഡിഫിക്കൽറ്റി കാണുന്നത് സ്കൂൾ എഡ്യൂക്കേഷൻ, പ്രൈമറി അല്ല സ്കൂൾ എഡ്യൂക്കേഷനിൽ മാത്തമാറ്റിക്സിലുള്ള ഒരു 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 പുറകോട്ട് വലി കേരളത്തിൽ കൃത്യമായിട്ട് കാണുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ആൾക്കാർ പ്രെഡിക്റ്റ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ അനുവദിക്കരുത്. മറ്റ് സംസ്ഥാനങ്ങൾ വളരെ പിന്നാക്കം നിന്നിട്ടുള്ള മറ്റ് സംസ്ഥാനങ്ങൾ നമ്മുടെ കേരളത്തിനെക്കാട്ടിലും കണക്കിലും ശാസ്ത്രത്തിലും മുൻപോട്ട് പോവുകയാണ്. ദിസ് ഡസൻ ഫോർബോർഡ് വെൽ ഫോർ ദ. അപ്പോൾ അങ്ങനെ ആ പശ്ചാത്തലത്തിൽ മഞ്ചാടി എന്ന് പറയുന്നൊരു മാത്തമാറ്റിക്സ് പ്രോഗ്രാം ഉണ്ട്. അതിപ്പോൾ യൂണിവേഴ്സലൈസ് ചെയ്ത് 1000 സ്കൂളിലേക്ക് തുടങ്ങാനായിട്ട് ബഹുമാനപ്പെട്ട എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ശിവൻകുട്ടി സാറിൻ്റെ ഇതിലും അതുപോലെ ബഹുമാനപ്പെട്ട CM വളരെ താല്പര്യമെടുത്ത് ചെയ്യുന്നൊരു കാര്യമാണ്. ഈ 1000 സ്കൂളിലേക്ക് പോവാണ്. അപ്പം നമ്മൾ ഈ 1000 സ്കൂളിൽ പിന്നെ എഡ്യൂക്കേഷനിൽ മാത്തമാറ്റിക്സിൻ്റെ എഡ്യൂക്കേഷനിൽ അതിൻ്റെ പെഡഗോഗിയിൽ ഫണ്ടമെൻ്റലായിട്ടുള്ള ഒരു ഓറിയൻറ്റേഷൻ ചേഞ്ച് വരികയാണ്.
അത് കണക്കിൽ. ഇനിയും ശാസ്ത്രം എടുക്കട്ടെ, മഴവില്ലെന്ന് പറയുന്ന മറ്റൊരു പ്രോഗ്രാമുണ്ട്. അത് നമ്മൾ തുടങ്ങി. ഈ മഴവില്ല് മഞ്ചാടി അത്രയും മെച്ചുവർ ആയിട്ടില്ല. ഈ മഴവില്ലും മഞ്ചാടിയും നമ്മൾ ഇപ്പം ബഡ്ജറ്റിലേക്ക് എടുക്കുകയാണ്. അത് വളരുമ്പോൾ ഈ നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ സയൻസിനും മാത്സിനും കൊടുക്കുന്ന ഒരു കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ഓറിയൻറ്റേഷൻ ഉണ്ടല്ലോ. അതായത് നമ്പേഴ്സ് ബൈ റോട്ട് എന്ന് പറയില്ല, ROTE എന്ന് പറയുമ്പോൾ അത് കാണാതെ പഠിച്ചിട്ടുള്ള ഇതിൽ നിന്ന് ഒരു നമ്പേഴ്സിൻ്റെ കൺസെപ്ച്വൽ ഗ്രാസ്പോട് കൂടി ഉള്ള ഒരു അപ്രോച്ചാണ്. അതിൻ്റെ റിസൾട്ട്സ് നമ്മൾ ഔട്ട്കം മെഷർമെൻറ്റ് നടത്തി നോക്കിയ കേസുകളിൽ അതിഭയങ്കര റിസൾട്ട്സാണ്. കുട്ടികൾ അത് നന്നായിട്ട് കൊണ്ട്. അപ്പം പേരൻസിൻ്റെ ഫീഡ്ബാക്ക് ഞങ്ങൾ എടുക്കാറുണ്ട്. അത് നമ്മൾ തുടങ്ങിയത് കുറച്ച് സ്കൂൾസിൽ മാത്രമാണ്, ട്രൈബൽ സ്കൂൾസിലൊക്കെ ഫോക്കസ് ചെയ്തിട്ട് ഒക്കെ നമ്മളിത് ചെയ്തു. പക്ഷേ ഫീഡ്ബാക്ക് അതിമനോഹരം. അതാണ് രണ്ടാം. മൂന്നാമത്, നമുക്ക് എമർജിങ് ടെക്നോളജി, പുതിയ ടെക്നോളജികൾ വരുന്നു. ആ പുതിയ ടെക്നോളജിയിൽ വരുമ്പം അത് ഗവൺമെൻറ്റിലേക്ക് വരുന്നില്ല. അപ്പം എമർജിങ് ടെക്നോളജി ഒരു ട്രാക്ക് ഉണ്ടാക്കി. ഇപ്പം നമ്മൾ ഉദാഹരണത്തിൽ പറഞ്ഞാൽ, ഇപ്പോൾ ഡയബറ്റിക് റെറ്റിനോപ്പതി. പണ്ട് ഇവിടെ കോളേജിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോവുകയാണെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ റീഡിങ്സ് എടുത്തിട്ട് കുറേ താമസം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഡയബറ്റിക് റെറ്റിനോപ്പതി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പറയുന്നത്. ഇന്ന് KDISC ഒരു തുടക്കം ഇട്ടു. അഫ്കോഴ്സ് അത് മറ്റു രീതിയിൽ നന്നായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. തുടക്കം കുറിച്ചത് KDISC ആണ്. അവിടെ വന്നിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഓക്കുലാർ റീഡിങ്സ് എടുത്തിട്ട് ആ റീഡിങ്ങിൽ നിന്ന് തന്നെ അപ്പം തന്നെ ഡോക്ടർ പറയാണ്, യു ഹാവ് എ 99% ചാൻസ് ഓഫ് ഡയബറ്റിക് റെറ്റിനോപ്പതി ഓർ യു ആർ ഗുഡ് എന്ന് പറയാൻ പാകത്തിനുള്ള ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്. അതിൽ നിന്ന് വന്ന ഒരു വലിയൊരു ഇന്നൊവേഷൻ, KDISC എന്ന് വന്നൊരു ഇന്നൊവേഷൻ നമ്മൾക്ക് ഇപ്പം കിഫ്ബി ചെയ്യാൻ പോകുന്ന EV പാർക്കാണ്. ആ EV പാർക്ക് VSSCയും ബഹുമാനപ്പെട്ട ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ രാജീവ് സാറിൻ്റെ കീഴിൽ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റും പിന്നെ VSSCയും എല്ലാവരും കൂടെ ചേർന്നൊരു മെമ്മറാൻഡം ഒപ്പിട്ടു. CMൻ്റെ മുമ്പിൽ അത് ഒരു മെമ്മറാൻഡം എഗ്രിമെൻ്റായി. അത് പിന്നെ ടൈറ്റാനിയം അവരുടെ KDISC ഫണ്ട് ചെയ്തിട്ട് KDISC ഫണ്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ KDISCന് ബോറോയിങ് ഇല്ലല്ലോ, ബഡ്ജറ്റിൽ കൂടെ ഫണ്ട് ചെയ്തിട്ട് ഈ ടൈറ്റാനിയം അവൈലബിൾ ആക്കി. അവിടെ അവർ ലിഥിയം ടൈറ്റനേറ്റ് ബാറ്ററീസിൽ വന്നു. ഇപ്പം നമ്മൾ ബാറ്ററി കെമിസ്ട്രി തീർത്തപ്പം വളരെ പ്രൈവറ്റ് സെക്ടറുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന റിസൾട്ട്സാണ് കിട്ടുന്നത്.